വയനാട് വെണ്ണിയോട്ടെ 85-കാരിയുടെ കൊലപാതകത്തിൽ ദുരൂഹത ഇനിയും നീങ്ങുന്നില്ല. അന്വേഷണവുമായി കമ്പളക്കാട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു പ്രദേശത്ത് ഒരു പ്രദേശവാസിയെ സംശയമുണ്ട് എന്നുള്ളതും കൂടിയാണ്. അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും കൂടാണ്. കാരണം പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ ഈ പ്രദേശത്തുണ്ട്. നാട്ടുകാരും ആ ഒരു പ്രദേശവാസിയുടെ പേര് എടുത്തു പറയുന്നു. ആ പ്രദേശവാസിയെ ഒരു പൊതുശല്യമാണെന്നുള്ളതും കൂടിയാണ് പ്രദേശവാസികളടക്കം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ ഈ 85-കാരി ഫാത്തിമ ഈ ഒരു മുറിക്കുള്ളിൽ കൊല്ലപ്പെട്ടത്. തൊട്ടടുത്ത വീട്ടിൽ ഉണ്ടായിരുന്ന മകൻ വന്ന് ഈ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് മാതാവ് മരിച്ച വിവരം അറിയുന്നത്. മോഷണശ്രമത്തിനിടെ ഒരു കൊലപാതകം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രാഥമിക നിഗമനമെന്നുള്ളതും. എന്നാൽ പിന്നീട് പരിശോധനകൾക്ക് ശേഷം മുറ്റത്തു നിന്നും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിയിലേക്ക് ഇനിയും പൂർണ്ണമായി എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. അയാൾ ഒരു പൊതുശല്യം അല്ലെങ്കിൽ പ്രദേശവാസികൾക്ക് ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ ആക്രമണം സൃഷ്ടിച്ച ഒരാളാണ് ഈ ഒരു സംശയിക്കുന്ന പ്രതി എന്നുള്ളതും കൂടിയാണ് പ്രദേശവാസികൾ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളും 6 വർഷത്തോളമായി ഈ സംശയിക്കുന്ന പ്രതിയുടെ ആക്രമണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കളവ് കൊണ്ടും ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവ മാരകായുധമായിട്ടാണ് പല സ്ഥലങ്ങളിലും വടിവാള്, കത്തി ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഇവൻ്റെ നടത്തുക. ആരോപണങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രതിയിലേക്ക് എത്തിപ്പെടാൻ തക്ക കാരണങ്ങളോ തെളിവുകളോ ഇനിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആകെക്കൂടി പറയാൻ സാധിക്കുന്നത്. ആ പ്രതിയുടെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പഴക്കം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രതി ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വയോധികമാരെ അല്ലെങ്കിൽ പ്രായം ചെന്നവരെ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് ഈ സംശയിക്കുന്ന പ്രതി എന്നുള്ളത് മാത്രമാണ് പ്രതിക്കെതിരെയുള്ള ഏറ്റവും വലിയ ഒരു ആരോപണം എന്നുള്ളത്. എന്നാൽ ആ ആരോപണം കൊണ്ട് മാത്രം പൂർണ്ണമായും ഈ അന്വേഷണത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതി അയാളാണ് എന്ന് ഉറപ്പിക്കാനോ പോലീസിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം വീണ്ടും മുന്നോട്ട് നീളുകയാണ്. ഡോഗ് സ്ക്വാഡ് അടക്കം വന്ന് വിരലടയാള വിദഗ്ധർ അടക്കമെത്തി ഈ ഒരു പ്രദേശം പരിശോധിച്ചതാണ്. ഇതിന് തൊട്ടടുത്തായി നിരവധി ഉന്നതികളുണ്ട്. അപ്പോൾ വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട് കൂടിയാണ്. തൊട്ടടുത്ത് മകൻ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അല്പദൂരമുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഒരു ഒച്ച വെച്ചാൽ ചിലപ്പോൾ കേൾക്കാൻ സാധിക്കാത്ത വിധമാണ് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രദേശം കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇനിയും പ്രതിയിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാത്തതിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം പ്രദേശവാസികളുടെ ഉള്ളിലുണ്ട്. അത് അവർ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതി ആരാണെങ്കിലും എത്രയും വേഗം പ്രതിയിലേക്ക് എത്തി ഈ ഒരു അന്വേഷണം അവസാനിപ്പിച്ച ഈ ഒരു കേസ് അവസാനിപ്പിക്കണം എന്നുള്ളൊരാവശ്യം കൂടി പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. ക്യാമറാമാൻ മനു ദാമോദറിനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.